അസ്സലാമു അലൈക്കും. നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത് അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമെന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ 1-2 സൂറത്ത് ഓതിയിട്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുക എന്നതാണ്. അതിനു വേണ്ടി 1-2 സൂറത്തുകൾ ഞാനിവിടെ പറയാം. ഒന്ന് സൂറത്ത് അഹ്കാഫ്. അത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മോശ സ്വഭാവമുള്ള കുട്ടികളാണെങ്കിലും അവർ നല്ല രീതിയിലുള്ള നല്ല സ്വഭാവമുള്ള നല്ല ദീനിയായ മക്കളായി അവർ നമുക്ക് തിരിച്ചു കിട്ടും. രണ്ടാമത് സൂറത്ത് മുഹമ്മദ്. ആ സൂറത്തിന് ഓതി സംസം വെള്ളം എടുത്ത് മന്ത്രിച്ച് അവർക്ക് അല്പം കുടിക്കാൻ കൊടുക്കുക. നല്ല ആദരവുള്ള മക്കളായിട്ട് നമുക്ക് ലഭിക്കും. നമ്മുടെ സ്നേഹം അവർക്കും ലഭിക്കുന്ന രീതിയിലായി തീരും. അതുകൊണ്ട് ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ മറക്കാതെ നിത്യേന ഓതുക. അതുപോലെ തന്നെ സൂറത്തുൽ ഹഷർ, മരണം ഒഴികെയുള്ള സകല കാര്യങ്ങൾക്കും സൂറത്തുൽ ഹഷർ മതി എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതി നിങ്ങളുടെ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അവർക്ക് ഒരു ആപത്തും വരാതെ നിങ്ങളുടെ പക്കലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഇൻഷാ അള്ളാഹ് എല്ലാവരും സ്വന്തം മക്കൾക്ക് വേണ്ടി ഈ ഒരു സൂറത്തുകൾ ഓതുക. കാരണം ഈ ഒരു ലോകത്ത് പല കാര്യങ്ങൾ കൊണ്ടും വ്യാകുലപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ദിവസേന നമ്മൾ പത്രത്തിലൂടെയും ന്യൂസുകളിലൂടെ ഒക്കെ നമ്മൾ വായിച്ചറിയുന്നത് പല വിഷമിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ മക്കൾ ആണാവട്ടെ പെണ്ണാവട്ടെ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി തിരിച്ച് വീട്ടിൽ എത്തുന്നത് വരെ നമുക്ക് വിഷമമായിരിക്കും. ഇനി ദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഭാവി നല്ല രീതിയിൽ റബ്ബിൻ്റെ കാവലിലാവാൻ നമ്മൾ അവർക്ക് വേണ്ടി ഇത്രയും സൂറത്തുകൾ ഓതുക. 1 സൂറത്തുൽ അഹ്കാഫ്, 2 സൂറത്ത് മുഹമ്മദ്, 3 സൂറത്തുൽ ഹഷർ. ഇനി ഓതാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവരോട് നിത്യേന അർ-റഹ്മാൻ സൂറത്ത് ഓതാൻ നിർബന്ധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ കാവലിലാവാനും അള്ളാഹുവിൻ്റെ സ്മരണ അവർക്ക് എപ്പോഴും ഉണ്ടാവാൻ കൂടിയും വേണ്ടിയിട്ടാണ് ഈ ഒരു സൂറത്ത് മക്കളോട് ദിവസം ഓതാൻ നിങ്ങൾ പറയേണ്ടത്. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.